ശ്രീ അനുരാജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനുരാജ്, നോക്കൂ, NDA സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കുന്ന മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. ഈ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകൾ ആ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അങ്ങനെ BJP ഒരു നിർണായക ശക്തിയാകുമോ അടുത്ത അസംബ്ലിയിൽ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ? അതായത് ഈ എക്സിറ്റ് പോള് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തതുപോലെയാണ്, പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഹരിയാനയിൽ തന്നെ അന്ന് മാധ്യമങ്ങൾ വരെ അവസാന ദിവസം നിലപാട് മാറ്റുന്ന സാഹചര്യം വന്നു. അതുപോലെ കഴിഞ്ഞ തവണ NDA സർക്കാർ ജയിക്കില്ല എന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം, അതൊരു പല സാഹചര്യങ്ങളും പഠിച്ച് അല്ലെങ്കിൽ സാമ്പിൾ എടുത്തിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ അതിന്റെ നടത്തിപ്പിലൊക്കെ ഉള്ള അതിന്റെ ജയപരാജയങ്ങളൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത്. അത് നമുക്ക് നാളെ അറിയാം. പക്ഷേ എക്സിറ്റ് പോളിൽ അപ്പുറത്തേക്ക് നാളെ എന്തായാലും കൗണ്ടിങ് നടക്കുകയാണല്ലോ. അപ്പൊ കൗണ്ടിങ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കിപ്പം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ചില തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ നടന്നു പോകും. അതായത് ഭരണകക്ഷി പരാജയപ്പെടുന്നു, ഇത് പ്രതിപക്ഷ മുന്നണി ജയിക്കുന്നു, അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ സ്വാഭാവികമായിട്ടും നടന്നു പോകും. പക്ഷെ ചില തെരഞ്ഞെടുപ്പുകളിലുള്ള ശ്രദ്ധേയമായ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന, അതിന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മളിപ്പോ കഴിഞ്ഞ തവണ പറഞ്ഞാൽ തുടർ ഭരണം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് അതിന് ആ രീതിയിൽ ഭരണ തുടർച്ച എന്ന് പറഞ്ഞ ആഘോഷിച്ചു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഇതിന്റെ ഒരു ചരിത്രപരമായ പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി ത്രികോണ മത്സരങ്ങൾ സമ്പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, എല്ലാ മണ്ഡലങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ശക്തമായൊരു മുന്നണി സംവിധാനമില്ല. എന്നാൽ ആ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം NDA പിടിച്ചെടുത്ത ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP NDA ജയിച്ച ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് നേട്ടം NDA ഉണ്ടാക്കിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ ഉപരി ഇത്തവണ മുന്നണി ഒന്നുകൂടി ശക്തിപ്പെട്ടു. അതായത് മറ്റ് രണ്ട് മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി ശക്തമായ ഒരു ഘടകകക്ഷിയെ എത്തിക്കാൻ സാധിച്ച മുന്നണി NDA ആണ്. അപ്പോൾ 2020 എന്ന് പറയുന്ന എറണാകുളം ഭാഗത്ത് വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ മുന്നണിയുടെ സംവിധാനമാക്കാൻ പറ്റുകയും അതോടൊപ്പം വളരെ ശക്തമായ രീതിയിൽ സംസ്ഥാനത്താകമാനം സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുകയും കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. അതോടൊപ്പം തന്നെ പല തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെ എന്ന് പരിചയ സമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടം നേതാക്കന്മാരെ അവതരിപ്പിക്കാനും സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വെക്കാനും പ്രാവശ്യം NDAക്ക് സാധിച്ചു. മറ്റൊരു കാര്യം, ദേശീയ തലത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഏറ്റവും കൂടുതൽ വന്ന മുന്നണി NDA ആണ്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തകരുടെ ഇടയിൽ വലിയ തോതിലുള്ള ആവേശമുണ്ടാക്കുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ ഇത്തവണ സാധിച്ചു. കഴിഞ്ഞ തവണ ഒക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലോ ഉണ്ടായ സംവിധാനത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ഇത്തവണ ആ സംവിധാനം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോള് ഫലങ്ങൾ പറയുന്ന വിജയം ഉണ്ടാകുമോ, അതിൽ കൂടുതൽ ഉണ്ടാകുമോ, അതിൽ കുറയുമോ എന്നുള്ളതൊന്നല്ല. കേരളത്തിൽ NDAയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിൽ, അതിന്റെ വളർച്ച നേടുന്നതിൽ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം NDA നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നേട്ടം വർദ്ധിപ്പിക്കുന്നതിനുള്ള, സാന്നിധ്യം ശക്തമാക്കുന്നതിനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ പ്രസക്തി ത്രികോണ മത്സരം കേരളത്തിൽ യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായി. അതായത് ക്രൈസ്തവ, ഇസ്ലാമിക, മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ടുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി സംഭവിക്കേണ്ടത് ഹിന്ദു വോട്ടിന്റെ കൺസോളിഡേഷൻ ആണ്. കാരണം നമ്മൾ ഇതൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, മതങ്ങളുടെ പേരിലാണ്. അപ്പോൾ പ്രബലമായ 3 മതങ്ങളിൽ 2 സംഘടിക്കുന്നു. അത് കേരളത്തിന്റെ ഭരണത്തെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും 3ാമത് മതത്തിനുള്ള ഓപ്ഷൻ കൺസോളിഡേഷൻ തന്നെയാണ്. അത്തരത്തിലും കേരളത്തിൽ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഒന്നുകൂടി ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശരിയായ വോട്ടെണ്ണിയിട്ടുള്ള ശരിയായ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നാളെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും മുന്നോട്ടാണ് NDA സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.